ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ മൈദയും ഒരു മുട്ട മതി കേട്ടോ. എത്ര മൈദ എടുക്കുകയാണെന്ന് വെച്ചാലും ഒരു മുട്ട വെച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു മുട്ടപ്പാലട ഉണ്ടാക്കിയെടുക്കാം. ഞങ്ങൾ പാലക്കാടിലേക്ക് മുട്ടപ്പാലട എന്നാണ് കേട്ടോ പറയുക. നിങ്ങളവിടേക്ക് പല പേരും ആയിരിക്കാം, പക്ഷെ ഞങ്ങളിവിടേക്ക് ഇങ്ങനെയാണ് പറയട്ടെ. പഴയ കാല ഒരു റെസിപ്പിയാണ്. നമുക്ക് കുഴക്കണ്ട, പരത്തണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഏത് നേരത്ത് വേണമെങ്കിലും കഴിക്കാനും പറ്റും. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒരു ബൗളിൽ 1.5 ബൗളാണ് എടുത്തിട്ടുള്ളത്. കപ്പിലാണ് വെച്ചാൽ 3 കപ്പ് പൊടിയാണ് കേട്ടോ. മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. മൈദ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ്. എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മൈദ മതി. പിന്നെ നമ്മൾ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പാലാണ് ചേർക്കണമെങ്കിൽ ഒരു 3/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക ഇതിന് കേട്ടോ. ഇനി നമ്മൾ വെള്ളമാണ് എടുക്കുന്നത്. ഈ ബൗളിൽ തന്നെ ഒരു ബൗൾ വെള്ളം നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളും കൂടി വെള്ളം എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പകുതി ഭാഗം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു പഴയ കാല റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാം. അതേപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, ഏത് നേരത്തും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ ഈ വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ആദ്യം തന്നെ ഫുള്ള് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടകളില്ലാണ്ട് ഉടച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ നമ്മൾ 1.5 പാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 2 പാത്രം വെള്ളമാണ് 1.5 പാത്രം മൈദക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതുപോലെയാണ് കേട്ടോ. 3 കപ്പ് പൊടിയാണ് വെച്ചാൽ 4 കപ്പ് വെള്ളം, അങ്ങനെയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ബാറ്റർ ഇതുപോലെയാണ് ലൂസിലിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിലേക്കുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നല്ലോണം കട്ടകളൊക്കെ ഒന്നും ഇല്ലാണ്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്കുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഒരു മുറി തേങ്ങ, വലിയൊരു മുറി തേങ്ങയാണ് ചിരവി എടുത്തിട്ടുള്ളത്. ഈ ഇതിലേക്കുള്ള മൊത്തത്തിലുള്ള ഫില്ലിങ് ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഇതാ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 അച്ച് ശർക്കരയാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ കല്ല ശർക്കരയാണെന്ന് വെച്ചാൽ ഉരുക്കി എടുത്തിട്ട് നമുക്ക് വറ്റിച്ചെടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുത്ത അണ്ടിപ്പരിപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഒരു പിടിയോളം ചേർത്തെടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇതിലുണ്ടെങ്കിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതില്ലെന്ന് വെച്ചിട്ട് പേടിക്കും വേണ്ട. അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ശർക്കരയും തേങ്ങയും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ഒട്ടും തന്നെ എണ്ണ ചേർക്കണില്ല കേട്ടോ. ഇതിൽ എണ്ണ പറഞ്ഞ സാധനമേ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കണില്ല. അപ്പോൾ അതാ നമ്മൾ സ്പൂൺ വെച്ച് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കാം. ഇത് മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബാറ്റർ ഇതാ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനൊരു ദോശച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ എണ്ണയൊന്നും തേച്ച് കൊടുക്കണില്ല. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കാണ്ട് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഒഴിച്ചെടുത്ത് കനം കുറച്ച് നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കാം. ഫ്ലെയിം ഫുൾ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്കിതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ എളുപ്പത്തിൽ ഇത് മെലിഞ്ഞ് കിട്ടും. മെലിഞ്ഞ് സൈഡൊക്കെ വിട്ട് വരും. അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ദോശ ചുട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഫില്ലിങ് കൂടുതലൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1.5 സ്പൂണോളം വെച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇതൊന്ന് സൈഡൊക്കെ വിട്ട് വരുന്നുണ്ട്. ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണിച്ചു തരികയാണ് കേട്ടോ. എളുപ്പത്തിൽ നമുക്കിത് സൈഡ് വിട്ട് വരും. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് കൂടുതലൊന്നും വെക്കേണ്ട. ഒരു 2-3 സെക്കൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടല്ലോ, ഇത് നമ്മൾ 2-3 സെക്കൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുക്കാം കേട്ടോ. എടുത്തിട്ട് നമുക്ക് ആ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഒഴിച്ചെടുക്കാം. നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ ഒന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് നമ്മൾ ഇതുപോലെ തന്നെ ഒഴിച്ചെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിട്ടുള്ളത്. ഞാൻ ഒട്ടും തന്നെ എണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല.
എണ്ണ ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഇത് ഷുഗർ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റും. കാരണം നമ്മൾ ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്, കൂടുതൽ ശർക്കര ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ അപ്പം കനം കുറച്ച് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഇതുപോലെ നടുവിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഓരോ വരി പോലെ വെച്ച് കൊടുത്താൽ മതി, കൂടുതൽ വെച്ച് കൊടുക്കണ്ട. ഞാനൊരു 1.5 ടീസ്പൂണോളം മാത്രമേ, ടേബിൾ സ്പൂണോളം മാത്രമേ കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലാകുമ്പോൾ ഒരു മട്ടിപ്പ് വരും, കാരണം മധുരമല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെ മധുരം ഇഷ്ടമല്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇത്രയും ഫില്ലിംഗ് ആണ് ടേസ്റ്റ്. നമുക്ക് ഈ അപ്പം ഇതും കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ നമ്മൾ രണ്ടായി മടക്കി ഇതുപോലെ ചുരുട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഓരോന്നോ ചുരുട്ടിയെടുക്കാം. അപ്പോൾ അതാ അടുത്തത് നമ്മുടെ മറിച്ചിടാറായിട്ടുണ്ട്. അത് ചുരുട്ടിയെടുക്കുമ്പോഴേക്കിന് നമുക്കിത് മറിച്ചിടാറാവും. എന്നിട്ട് നമുക്കിത് മറിച്ചിട്ടതിൻ്റെ ശേഷം എടുക്കാം. ഇനി ഞാനൊരു പ്ലേറ്റിലേക്കാണ് കേട്ടോ മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലേറ്റിലേക്ക് ഇട്ടതിൻ്റെ ശേഷം നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ചുട്ടെടുക്കുമ്പോൾ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഫില്ലിങ് ഉണ്ടാക്കാനും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇനി വിരുന്നുകാർ വരുമ്പോഴും നമുക്ക് ഇതുപോലെ കൊണ്ടുപോകാൻ പറ്റും. ഞങ്ങളിവിടെ ഇതിന് മുട്ടപ്പാലട എന്നാണ് പറയുക കേട്ടോ. ചിലവർക്ക് ഇതിന് ഏലാഞ്ചിന്നോ അങ്ങനെ എന്തൊക്കെ പറയുന്നത് കേൾക്കാം. നിങ്ങൾക്ക് ഏത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലെയിമും മീഡിയത്തിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഫില്ലിങ് മൊത്തത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പ്ലേറ്റ് നിറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം നമുക്കിത് ഫില്ലിങ് കൂടുതലൊന്നും വെച്ച് കൊടുക്കണ്ട. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിതാ ഒരേ ലൈന് മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിപോലെ രണ്ടായി മടക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ പാൽപ്പൊടിയൊക്കെ ചേർത്ത് ഈ അപ്പം ഉണ്ടാക്കിയെടുത്തോണ്ട് ഈ അപ്പത്തിന് തന്നെ നല്ലൊരു ടേസ്റ്റിയാണ്. പിന്നെ നമ്മുടെ ഫില്ലിങ്ങും കൂടി ചേരുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കണ്ടല്ലോ, ഇതുപോലെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഫുള്ള് തയ്യാറാക്കിയിട്ടുള്ള ഇത് മൊത്തത്തിൽ നമ്മളിതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് 2 എണ്ണത്തിനുള്ള ഫില്ലിങ്ങും കൂടിയാണിത്. അപ്പോൾ അതാ ലാസ്റ്റത്തെയാണ് നമ്മൾ ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, മൊത്തം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റുമാണ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റും. എത്ര കഴിച്ചാലും നമുക്ക് മടുക്കില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാം. ഹൈപ്പ് എന്നുള്ളത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഹൈപ്പൊക്കെ കൊടുത്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.